രാജ്യം വീണ്ടും ഒരു പാർലമെന്റ് വർഷകാല സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അരങ്ങേറുന്നത് അത്യന്തം അപകടകരമായ തിരക്കഥകളാണ്. മോദി സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന നിയമനിർമ്മാണങ്ങളുടെ താൽക്കാലിക പട്ടിക പുറത്തു വരുമ്പോൾ വലിയ തന്ത്രപരമായ നീക്കങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്. രാജ്യത്തെ ജനവികാരത്തെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും ചവിട്ടിമെതിക്കാൻ കേന്ദ്രത്തിലെ BJP സർക്കാർ വീണ്ടും കരുക്കൾ നീക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കപട നാടകങ്ങളിലൂടെയും അണിയറ നീക്കങ്ങളുടെയും ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പാർലമെന്ററി സമ്മേളനത്തിൽ താൽക്കാലിക അജണ്ട പുറത്തു വരുമ്പോൾ രാജ്യം നെട്ടിലൂടെയാണ് ചില കാര്യങ്ങളെ നോക്കുന്നത്. ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഈ ഏപ്രിൽ മാസത്തിൽ പരാജയപ്പെട്ട അതിവിവാദമായ മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കാൻ NDA അണിയറയിൽ ചടുലമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പ്രതിപക്ഷ നിരയിലുണ്ടായ വൻ വിള്ളലുകൾ ഭരണപക്ഷത്തിന് ആശ്വാസമേകുന്നുമുണ്ട്. എന്നാൽ ഇത്തവണത്തെ താൽക്കാലിക ലിസ്റ്റിൽ ഈ ബില്ലില്ല. ഇത് BJPയുടെ പിൻവാങ്ങലാണെന്ന് ആർക്കെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ലിസ്റ്റിൽ ഈ ബില്ലില്ലെങ്കിലും അപ്രതീക്ഷിതമായി ബില്ലുകൾ സഭയിൽ കൊണ്ടുവരുന്നതിൽ മാസ്റ്റർ ക്ലാസ് എടുത്തവരാണ് ഈ ഭരണാധികാരികൾ. അതിനായി അവർ പ്രതിപക്ഷത്തെ വേട്ടയാടി ഭിന്നിപ്പിച്ചിട്ടുമുണ്ട്. നോക്കൂ, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 28 MP-മാരിൽ 20 പേരെയാണ് അവർ അടർത്തിയെടുത്തത്. വിഴുങ്ങിയത് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന അദൃശ്യ രൂപത്തെ മുന്നിൽ നിർത്തിയിട്ടാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ 6 MP-മാരെയാണ് ഷിൻഡ പക്ഷത്തേക്ക് കൂറുമാറ്റിയത്. തമിഴ്നാട്ടിൽ സഖ്യങ്ങൾ തകർത്തെറിയുന്നു. ഇതിനെയാണോ ജനാധിപത്യമെന്ന് വിളിക്കേണ്ടത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. MP-മാരെ വിലക്കെടുത്തും ഭീഷണിപ്പെടുത്തിയും തങ്ങൾക്ക് അനുകൂലമായി സംഖ്യകൾ തികച്ച ശേഷം ഈ മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാൻ ദക്ഷിണേന്ത്യയെ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കവുമാണ് അണിയറയിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിയമവും കൂടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഭരണഘടന 130-ാം ഭേദഗതി ബിൽ. കേൾക്കുമ്പോൾ തോന്നും കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന അഴിമതികൾക്കെതിരെയുള്ള പോരാട്ടമാണെന്ന്. എന്നാൽ സത്യം എന്താണ്? അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും കള്ളക്കേസിൽ കുടുക്കി 30 ദിവസം ജയിലിലിട്ടാൽ അവരെ ആ പദവിയിൽ നിന്ന് മാറ്റാം. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ EDക്ക് വെറും നിമിഷ നേരങ്ങളും ഒരു FIR മാത്രം മതി. പ്രതിപക്ഷമില്ലാത്ത ഭാരതമെന്ന BJPയുടെ സ്വപ്നത്തിലേക്കുള്ള എളുപ്പ വഴിയാണിത്. ഈ ബില്ലിനെ കുറിച്ച് പഠിക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബഹിഷ്കരിച്ചതാണ്. കാരണം അത് മോദി സർക്കാരിന്റെ അജണ്ടകൾക്ക് ഒപ്പിട്ട് നൽകുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് എന്നതാണ് അവരുടെ വിമർശനം. ഇനി കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്ന മുൻപ് കേവലം ഒരു അറസ്റ്റിന്റെ പേരിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഫെഡറലിസത്തിന് മേൽ തന്നെയുള്ള കനത്ത ആഘാതമാണ്. ഇതിലൊന്നും അവസാനിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വികസിത് ഭാരത ശിക്ഷാ അധിഷ്ഠാൻ ബിൽ ഈ സമ്മേളനത്തിൽ പാസ്സാക്കാൻ നോക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ സ്വയം ഭരണാവകാശം തകർക്കാനും കേന്ദ്രത്തിന് സർവകലാശാലകൾക്ക് മേലുള്ള സർവാധികാരം നൽകാനുമുള്ള ഈ നീക്കത്തിനെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും എത്ര അഹങ്കാരത്തോടു കൂടിയാണ് സർക്കാർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കുറച്ചു മുൻപ് മാറ്റിവെച്ച ക്രൈസ്തവ സംഘടനകളെയും പ്രതിപക്ഷത്തെയും വേട്ടയാടാൻ ഉപയോഗിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഇത്തവണ പാസ്സാക്കാൻ സർക്കാർ കടുപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കൂടാതെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ആക്കി ഉയർത്തിയും ജനന മരണ രജിസ്ട്രേഷൻ കർശനമാക്കുന്ന ബില്ലുമൊക്കെ ഇതിനിടയിലൂടെ സർക്കാർ പാസ്സാക്കാൻ നോക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഗവൺമെന്റ് തങ്ങളുടെ അധികാരം എങ്ങനെ നിലനിർത്താം, പ്രതിപക്ഷത്തെ ഏതെല്ലാം രീതിയിൽ അടിച്ചമർത്താം എന്ന് മാത്രമാണ് നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട പാർലമെന്റിന്റെ സ്വന്തം താല്പര്യങ്ങൾക്കായുള്ള വേദിയാക്കി മാറ്റുന്ന ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ രാജ്യം ഉണർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.